ലാലേട്ടൻ വരുന്ന ദിവസമാണ് നാളെ. തീർച്ചയായിട്ടും പല നിർണായക തീരുമാനങ്ങളും എടുക്കേണ്ട ദിവസമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വിഷയമെന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലക്ഷ്മി ഓണിയലിനെതിരെ ഉന്നയിച്ച കാര്യമെന്ന് പറയുന്നത് മസ്താനി ഉൾപ്പെടെ. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ലക്ഷ്മി വിഷയം തന്നെയാണ്. ലക്ഷ്മി ഈ പറയുന്ന തരത്തിൽ ആദില നൂറയ്ക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ, ഇത് വളരെയധികം നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് ചർച്ച ചെയ്യേണ്ടതെന്നല്ല, ശിക്ഷ ലക്ഷ്മിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നാളെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ലക്ഷ്മിയെ പുറത്താക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? ഈ പറയുന്ന തരത്തിൽ ലക്ഷ്മിക്ക് വാർണിംഗ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? എന്തായാലും ഒന്നുറപ്പാണ്, നാളെ ലക്ഷ്മി ലാലേട്ടൻ്റെ മുമ്പിൽ പെടുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ലക്ഷ്മിക്ക് ഇരുട്ടടി കിട്ടുന്ന തരത്തിലോട്ട് ലാലേട്ടൻ കടുത്ത ശിക്ഷയിലോട്ട് കാര്യങ്ങൾ നാളെ മാറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മസ്താനി ഉൾപ്പെടെ നാളെ വെട്ടിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പാണ്. അതോടൊപ്പം തന്നെ എവിക്ഷൻ പ്രക്രിയയിലും ഈ ആഴ്ച 1-2 പേര് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനാണ് സാധ്യത കൂടുതലും. കഴിഞ്ഞ ആഴ്ചയിൽ ലാലേട്ടൻ വന്ന് കുറേയധികം ചർച്ചകൾ, അതായത് സദാചാര ചർച്ചകളും പലതുമൊക്കെ നടത്തിയ ഒരു കാര്യമായിരുന്നു. അത് ആകപ്പാട ബിഗ് ബോസിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലോട്ടുള്ള കുറേയധികം സദാചാര കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ലക്ഷ്മി വിഷയത്തിൽ വീണ്ടും ലാലേട്ടന് വന്ന് ചർച്ച ചെയ്യേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, അതായത് ഡെമോ കാണിക്കുന്ന ആ ഒരു കാര്യം നാണമില്ല എന്നുള്ള തരത്തിൽ. അത് മസ്താനി ഈ വിഷയത്തിൽ പോലും എടുത്തിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ മസ്താനി ലക്ഷ്മി ഈ ആഴ്ച നല്ല രീതിക്ക് പെട്ടുപോകുന്ന തരത്തിലും ശിക്ഷ കിട്ടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ നടന്ന സംഭവം, അതായത് ഓണിയലിൻ്റെ ആ ഒറിജിനൽ വീഡിയോയും നാളെ ലാലേട്ടൻ കാണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബാക്കി എന്തൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെന്നൊക്കെ നമുക്ക് നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം.